അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. SR മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്നൊരു പ്രത്യേകമായ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്ന് നമ്മൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ചെറിയായ സുന്നത്ത് കല്യാണം എന്നുള്ള ഒരു കർമ്മം നമ്മുടെ നാട്ടിൽ സ്വലാത്ത് കമ്മിറ്റിൻ്റെ കീഴിൽ എല്ലാ വർഷവും നടത്താറുണ്ട്. അപ്പോൾ ഈ വർഷം 2025 കാലയളവിലെ ഈ ഒരു വർഷത്തെ ഒരു സുന്നത്ത് കല്യാണ കർമ്മം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു 7ഓളം വരുന്ന മക്കൾ നമ്മുടെ നാട്ടിൽ അതിനുവേണ്ടി പേര് കൊടുത്തിരുന്നു. നമ്മൾ ജ്യേഷ്ഠൻ്റെ മോൻ്റെ പേര് നമ്മൾ കൊടുത്തിരുന്നു. ഒരു സുന്നത്ത് കല്യാണത്തിൻ്റെ ഒരു കർമ്മം കൂടിയാണല്ലോ. ഒരുപാട് ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ മാറാൻ, അതുപോലെ മറ്റുള്ള ഒരുപാട് വിഷയങ്ങൾക്ക് ഒരുപാട് പുണ്യങ്ങൾ ലഭിക്കുന്നതും അതുപോലെ ഒരുപാട് രോഗങ്ങൾക്ക് ശമനം ലഭിക്കുന്നതുമായ ഈ ഒരു ചേലാകർമ്മം എന്നുള്ള സുന്നത്ത് കർമ്മം ഓരോ മുസ്ലിമിനും അത് വളരെ സുന്നത്താണെങ്കിലും ഒരു നിർബന്ധമായ ഒരു ഘട്ടത്തിലാണുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചേലാകർമ്മത്തിൻ്റെ പ്രോഗ്രാം നമ്മൾ നാട്ടിൽ നടക്കുമ്പോൾ അതൊന്ന് നിങ്ങളെ കാണിക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ഇന്ന് ഞാൻ പിടിക്കുന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ അതുമായി കൂടുതൽ വിവരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഒന്ന് കയറി തപ്പി നോക്കുകയാണെങ്കിൽ വിവരങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ജ്യേഷ്ഠ മോന് സുന്നത്ത് കല്യാണം കഴിഞ്ഞിട്ട് വണ്ടിയിൽ ബാക്കിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പരിപാടിയുമായി സഹകരിച്ചിട്ട് ഒരുപാട് ആളുകൾ സഹായ സഹകരണങ്ങൾ കമ്മിറ്റിക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു തആല എല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ. അപ്പോൾ പ്രിയമുള്ളവർ, നമ്മുടെ നാട്ടിൽ ചേലാകർമ്മം നടക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ മുട്ട വിതരണവും അതുപോലെ മറ്റുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വലാത്ത് കമ്മിറ്റി സെക്രട്ടറി ഇവിടെ ഉണ്ട്, ഉമ്മർ. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം ഒരു കുട്ടിക്ക് എന്തൊക്കെയാണ് ഇവർ നമ്മുടെ കമ്മിറ്റീൻ്റെ കീഴിൽ കൊടുക്കുന്നുള്ളതെന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. സ്വലാത്ത് കമ്മിറ്റി പ്രസിഡൻ്റാണ് ഇപ്പോൾ നിലവിൽ ഉമ്മർ കേട്ടോ. നമ്മൾ കുറച്ച് കിട്ടും വിളിച്ചടിക്കുന്നത്. അപ്പോൾ ഉമ്മർ, ഈ 2025 ചേലാകർമ്മം സുന്നത്ത് കല്യാണത്തിന് എത്ര കുട്ടികളാണ് ഇവിടെ അഡ്മിഷൻ ആയിട്ടുള്ളത്? സ്വലാത്ത് കമ്മിറ്റിന്ന് എല്ലാ കൊല്ലവും സുന്നത്ത് കർമ്മം നടത്താറുണ്ട്. അതേപോലെ ഈ കൊല്ലം നടത്താറുണ്ട്. ഒരു കുട്ടിക്ക് ഒരു ട്രേ മുട്ട, 30 മുട്ട, പാല്, ബൂസ്റ്റർ, പിന്നെ ലുങ്കി, ബനിയന്, മെഡിസിൻ ആയിട്ട് മൊത്തമായിട്ട് ഫ്രീ ആയിട്ട് ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. മെഡിസിനും കൊടുക്കും അല്ലേ? മൊത്തം ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കുടുംബത്തിനേക്ക് ഒരു പ്രാരാബ്ദമില്ല. പേര് പിള്ളേറിനെ മാത്രം അറിയേണ്ട ആവശ്യമില്ല. മൊത്തം ചെലവ് ഞങ്ങളാക്കിയിട്ട് സ്വലാത്ത് കമ്മിറ്റിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വർഷം 7 കുട്ടികളാണ്. ഈ വർഷം 7 കുട്ടികൾ, കഴിഞ്ഞ പ്രാവശ്യം 13 കുട്ടികൾ, 13 കൊല്ലത്തിൽ 20 കുട്ടികളുടെ സുന്നത്ത് കർമ്മം ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ ഇതില് ഓസാന് ആരാണ്? മറ്റേ പുറത്തുനിന്ന് വരുന്നല്ലേ? പിരിയാപട്ടണമുള്ള ആളാണ് അല്ലേ? അപ്പൊ നമ്മളെ കാശ, അതുപോലെ ഇബ്രാഹിച്ച, അതുപോലെ നമ്മുടെ അദ്ലച്ച, ഇവരെല്ലാം ഇവിടെ സജീവമായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനുള്ള കുട്ടികളും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് ഓരോ കുട്ടികൾക്ക് കൊടുക്കാനുള്ള കുട്ടിയാണ് കേട്ടോ. പിന്നെ അവർക്ക് സുന്നത്ത് കല്യാണം കഴിഞ്ഞാൽ എടുക്കാനുള്ള ഒരു കള്ളിത്തുണി, പിന്നെ അത് കഴിഞ്ഞാലൊരു ബനിയന്, പിന്നെ ചെറിയൊരു കുപ്പി ഹോർലിക്സ്, മെഡിസിൻ, പിന്നെ അത്യാവശ്യമായിട്ടുള്ള മരുന്നും കാര്യങ്ങളും മെഡിസിൻ എല്ലാം ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു കിറ്റ് തന്നെയാണ് അവർ കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇത് സ്തുതിയർഹമായൊരു കാര്യമാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ദാനികളായ സ്പോൺസർമാരുണ്ട്. അപ്പോൾ നമ്മളെ ഇജാസിൻ്റെ ഉപ്പല്ലേ ഇത്? ഇജാസ് നമ്മളെ വലിയൊരു സുഹൃത്തും കൂടിയാണ് കേട്ടോ. ഇജാസിൻ്റെ ഉപ്പ ഇബ്രാഹിം നല്ലൊരു ഹദിയ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിന് സമ്പത്തിലും ബിസിനസ്സിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ പേര് പറയാത്ത വേറെയും ഒരുപാട് ദാനികൾ ഈ ഒരു ചേലാകർമ്മത്തിൽ പങ്കാളികളായിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ ഈ ഒരു ചേലാകർമ്മത്തിൽ നമ്മൾ ജ്യേഷ്ഠൻ്റെ മോന് അലി ഉസ്താദിൻ്റെ മോന് ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ആജിഖാൻ്റെ വക കുട്ടിക്കുള്ള ഒരു ഡ്രസ്സ്, പുതിയാപ്പിളിൻ്റെ ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. പുതിയാപ്പിളാവാൻ പോണ് കേട്ടോ. ഡ്രസ്സ് കിട്ടില്ലേ? അപ്പൊ കൈയെടുക്ക്. ഉസ്താദിന്റെ കുട്ടിക്കും ഒരു പുതിയാപ്പിളിന്റെ ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്. ഇന്നത്തെ പുതിയാപ്പിളയാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലെല്ലാ സംരംഭത്തിനും വിജയിപ്പിക്കുന്ന ഒരാളും കൂടിയാണ് നമ്മൾ ഉപയോഗിച്ചേട്ടോ. അപ്പൊ അടുത്ത ഒരു കുട്ടിക്കുള്ള ഉപയോഗിച്ച് കൊടുക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഗർഗന്തൂരുള്ള മുസ്താഖാന്റെ മോനും പുതിയാപ്പിളായിട്ട് ഈ ഒരു പരിപാടിയിലുണ്ട് കേട്ടോ. മോനെ സുഖല്ലേ? ചായ കുടിച്ചില്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു സുന്നത്ത് കർമ്മ കല്യാണത്തിൽ നമ്മുടെ മുസ്താഖാൻ്റെ മോനും കൂടി പങ്കാളിയാണ്. പിന്നെ വേറെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കുട്ടികളൊപ്പം തന്നെ വേറെ ഒരു അവസാനത്തെ ഒരു കുട്ടിയുണ്ട് കേട്ടോ. സലാം ബോലോ. आपका नाम क्या? മാഷാ അല്ലാഹ്. നല്ല പേര് കേട്ടോ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മോനും പുതിയാപ്പിളാണ് കേട്ടോ ഈ ഒരു പരിപാടിയിൽ. അപ്പോൾ ഒരു ഉപ്പയുണ്ട്. आपका ഇമ്രാൻ ഹുസൈൻ. അപ്പോൾ നമ്മളെ ജ്യേഷ്ഠൻ്റെ മോൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിച്ചു കൊടുക്കാം കേട്ടോ. വാച്ചനയിക്കണ്ടേ? പുതിയ ബനിയനെ കെട്ടുകൊടുത്തിട്ട് പുതിയ പ്ലാക്കാണ് കേട്ടാ. പുതിയ ബനിയനാണല്ലോ കുറച്ചൊക്കെ അല്ലേ?
നമുക്ക് വലുതാകുമ്പോണ്ടേ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ സിറാജ് കണ്ടട്ടാ കൂടിക്കാൻ അവൻ്റെ ഉമ്മാൻ്റെ കുടുംബമാണ്. അപ്പോൾ മൂപ്പരാണ് ഇന്ന് തുണി എടുപ്പിച്ച് കൊടുക്കുക. പുതിയാപ്പിളൊക്കെ തുണി എടുപ്പിച്ച് കൊടുക്കുക. ബിസ്മില്ല. തുണി കുട്ടിയെ കുറച്ച് വലുതാണ്, എന്നാലും അത് നമുക്ക് പിന്നീട് ഉപകരിക്കും കേട്ടോ. മേലെല്ലാം കെട്ടിക്കെടുത്തുമ്പോൾ അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലിയ തുണി തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. പുതിയ തുണിയെല്ലാം എടുത്തിട്ട് എവിടെ പോകുന്നത് മറിച്ചോ? എങ്ങോട്ട് പോകുന്ന പറയേ അറിയില്ല. അപ്പോൾ ഏതായാലും സ്മൂത്തായിട്ട് കെട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏതായാലും റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി കുട്ടികൾ നമുക്ക് കാണാം കേട്ടോ. എന്താ മോൻ്റെ പേര്? ഷാസ് ബാണലുള്ളതാ? എടാ സോമർപേട്ട കർക്കളിന്ന് വന്നിട്ടുള്ള കേട്ടോ. ഷാസ് എന്നാണ് പേര്. മാഷാ അല്ലാ. അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളെ യാക്കൂബിച്ചേട്ടാ ഈ ഒരു പരിപാടിയിലെ നല്ലൊരു സംരംഭകനും ഒരു സഹായം കൂടിയാണ്. അള്ളാഹു ബർക്കത്തേട്ടെ. യാക്കൂബിച്ചാൻ്റെ മോളെ കല്യാണം ഇന്നലെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മൂപ്പര് ഇന്ന് ആ തിരക്കിൻ്റെ ഇടയിൽ നമ്മളൊരു സുന്നത്ത് കല്യാണ കർമ്മത്തിന് വേണ്ടിയിട്ട് എത്തിയിട്ട് പരിപാടി ഫുള്ള് നിൽക്കാൻ സമയമില്ല അല്ലേ? അതിന് മൂപ്പര് പോവാണ്. അള്ളാഹു ബർക്കത്തെ. അപ്പോൾ നമ്മളെ കരീം സാഹിബിച്ച് ഈ ഒരു പരിപാടിയിൽ പങ്കാളിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന ആൾക്കാർക്ക് ചായയും കടിയും ഉണ്ടാക്കി ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കേക്കും കടിയൊക്കെ ഉണ്ട്. വേണ്ടവർക്ക് അത് കഴിക്കാം. അപ്പോൾ ആളുകളെല്ലാം ഏകദേശം എത്തി തുടങ്ങി കേട്ടോ. ഈ കുട്ടി വല്യപ്പാൻ്റെ മടിയിൽ ഇങ്ങനെ ഇരുന്നു കേട്ടോ. മോനെ എന്ത് ചിരിക്കാത്ത? അപ്പോൾ നമ്മൾ അവസാനോടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കല്യാണത്തിൻ്റെ പുതിയ പ്ലെയറാണ് ഈ കാണുന്നത് കേട്ടോ. എല്ലാം നിരത്തി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കമ്മിറ്റി ഭാരവാഹികൾ മറ്റുള്ള ആളുകളൊക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മജീദ് സെക്രട്ടറിക്ക് അവരെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ അവസാനം കേട്ടോ. പണ്ടത്തെ ഒരു പാരമ്പര്യത്തോടു കൂടി ചെയ്യുന്ന ആളും കൂടിയാണ്. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. ಈ ದಿನದ ಈ ಒಂದು ಸುನ್ನತ್ ಕಾರ್ಯಕ್ರಮದ ಒಂದು ಚಿಕ್ಕ ಸಮಾರಂಭದ ಅಧ್ಯಕ್ಷ ಸ್ಥಾನವನ್ನು ವಹಿಸಿಕೊಂಡಿರುವಂಥ ನಮ್ಮ ಜಮಾತಿನ ಅಧ್ಯಕ್ಷರಾದ AP ಅಕ್ಬರ್ ರವರೇ, ಅವರಿಗೆ ನಾನು ಸಲಾತ್ ಕಮಿಟಿಯ ಪರವಾಗಿ ಹಾಗೂ ಜಮಾತ್ ಕಮಿಟಿಯ ಪರವಾಗಿ ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತಿದ್ದೀನಿ. ಅದೇ ರೀತಿ ಒಂದು ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಯುವ ನಿರ್ವಹಿಸಲು ಆಗಮಿಸಿದಂಥ ನಮ್ಮ ಜಮಾತಿನ ಖತೀಬರವರಿಗೆ ಕೂಡ ನಾನು ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತಿದ್ದೇನೆ. ಅದೇ ರೀತಿ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ಯಶಸ್ವಿಯಾಗಿ ನಡೆಸಲು ತೀರ್ಮಾನಿಸಿ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ಯಶಸ್ವಿಗೊಳಿಸಲು ನಮ್ಮ ಸಲಾತ್ ಕಮಿಟಿ ಅಧ್ಯಕ್ಷರಾದ ಜನಾಬ್ ಉಮರ್ ಅವರಿಗೂ ಕೂಡ ನಾನು ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತಿದ್ದೇನೆ. ಅದೇ ರೀತಿ ನಮ್ಮ ಮದ್ರಸದ ಉಸ್ತಾದರಾದಂಥ ಅರಿ ಉಸ್ತಾದ್ ಅವರಿಗೂ ನಾನು ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತೇನೆ. ಅದೇ ರೀತಿ ಮಾಜಿ ಕಾರ್ಯದರ್ಶಿಗಳಂಥ ವೈದುಲ್ರವರು ಹಾಗೂ ಹಿರಿಯರಾದಂಥ ನಜೀರಾಜಿ ಇಬ್ರಾಹಿಂರವರು, UA ಕಮಿಟಿಯ ಉಪಾಧ್ಯಕ್ಷರಾದಂಥ ಇಬ್ರಾಹಿಂರವರು, ಅದೇ ರೀತಿ ಎಲ್ಲ ಸಲಾತ್ ಕಮಿಟಿಯ ಪದಾಧಿಕಾರಿಗಳು, ನಮ್ಮ ಜಮಾತ್ ಕಮಿಟಿಯ ಪದಾಧಿಕಾರಿಗಳು, ನನ್ನ ಸಹೋದರರು ಎಲ್ಲರಿಗೂ ನಾನು ಒಂದೇ ಮಾತಿನಲ್ಲಿ ಸ್ವಾಗತವನ್ನು ಬಯಸ್ತಾ ಇದ್ದೇನೆ. തങ്ങൾ പറഞ്ഞു, ഒരാൾ ഒരു സുന്നത്ത് എടുത്താൽ അവർക്ക് 100 ഷഹീദിന്റെ കൂലിയാണ് എന്ന് മുത്തുനബി തങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഗൗസിയ സലാത്ത് കമ്മിറ്റി എല്ലാ വർഷവും സുന്നത്ത് കർമ്മം നടത്തുന്നുണ്ട്. വലിയ പുണ്യമുള്ള കാര്യമാണ്. ഇതെനിക്ക് 100 ഷഹീദിന്റെ കൂലി കിട്ടും എന്നതിൽ യാതൊരു സംശയമില്ല. നബി തങ്ങൾ ഒരു സുന്നത്തിനെ ഹയാത്താക്കിയാൽ ഇസ്ലാമിനെ തന്നെ ഹയാത്താക്കിയതായ വലിയ പ്രതിഫലമാണ്. ഇത് എവിടുന്ന് തുടങ്ങിയെന്ന് വെച്ചാൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ സുന്നത്ത് കർമ്മം നിർവഹിക്കാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിക്കുകയും അത് പ്രകാരം അന്ന് മുതൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സമുദായത്തിനടക്കമുള്ള എല്ലാവർക്കും, എല്ലാ അമ്പിയാക്കന്മാർക്കും ഈ സുന്നത്ത് കർമ്മം നടത്തിയിട്ടുണ്ട്. ഇതിന്റെ പ്രാധാന്യം പറയുന്നുണ്ടെങ്കിൽ കുറെ പറയാനുണ്ട്. അതായത് 1-2 പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അതായത് സുന്നത്ത് കർമ്മം ഇന്ന് നിർബന്ധമായ കർമ്മത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വൈദ്യശാസ്ത്രം, ഡോക്ടർമാരൊക്കെ വലിയ അമേരിക്കയിലെ ഡോക്ടർമാരൊക്കെ പറയുന്നത് നിർബന്ധമായും സുന്നത്ത് കർമ്മം നിർവഹിക്കണം, ഇല്ല എങ്കിൽ വലിയ രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് വൈദ്യശാസ്ത്രത്തിന്റെ വലിയ ഡോക്ടർമാർ പറയുകയാണ്. അതായത് ഈ ചർമ്മം നീക്കിയില്ല എങ്കിൽ അവിടെ ഒരുപാട് വൈറസുകൾ കൂടി മൂത്ര സംബന്ധമായ രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, ഏകദേശം 108ഓളം കുട്ടികളെ 108-109 കുട്ടികളെ അമേരിക്കയിൽ വെച്ചുകൊണ്ട് ഡോക്ടർമാർ പരിശോധിച്ച്
അതിൽ 5 മുതൽ 8 വയസ്സുള്ള കുട്ടികളെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ ചർമ്മം നീക്കാത്ത, ഈ സുന്നത്ത് കർമ്മം നിർവഹിക്കാത്ത പലർക്കും പലവിധ രോഗങ്ങൾ കണ്ടതായി ഡോക്ടർമാർ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നബി തങ്ങൾ സുന്നത്താക്കിയതാണ്. ഇന്ന് ആ സുന്നത്ത് കർമ്മം ചെയ്യൽ നിർബന്ധമായ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. അത് ചെയ്തില്ല എങ്കിൽ വലിയ രോഗങ്ങൾ, വൈറസ് രോഗങ്ങൾ, അതേ ആ സുന്നത്ത് കർമ്മം നിർവഹിക്കാതെ ഒരാൾ കല്യാണം കഴിച്ചാൽ അതിൽ പറയുകയാണ്, അതായത് ആ ഭാര്യക്കും അതിലൂടെ വലിയ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്, വന്നതായ ചരിത്രങ്ങളുണ്ട് എന്ന് വൈദ്യശാസ്ത്രം, അതായത് ഡോക്ടർമാർ വിലയിരുത്തുകയാണ്. അപ്പോൾ അത്രയും മഹത്വമുള്ളതായ ഒരു കർമ്മമാണ് സുന്നത്ത് കർമ്മം നിർവഹിക്കുന്നത്. വലിയ പുണ്യമുള്ള കാര്യമാണ് സഹോദരന്മാരെ. അതുകൊണ്ട് കൂടുതലൊന്നും പറയാതെ അപ്പൊ ഇങ്ങനെയുള്ള പ്രവർത്തനം ചെയ്യൽ, ഒരാൾ മുസ്ലിമായി ഒരു വയസ്സ് 70, 60 എത്രയാവട്ടെ, എന്നാൽ അവനെ സുന്നത്ത് കർമ്മം നിർവഹിക്കൽ അവന്റെ ഈമാൻ പൂർണ്ണമാവാൻ അത് നിർബന്ധമാണ്. അതുകൊണ്ട് ഈ സുന്നത്ത് കർമ്മം നമ്മളെ നാട്ടിൽ ചെയ്യുന്നത് ചെറിയൊരു വിഷയമല്ല, അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഏറ്റെടുത്ത് നടത്തുന്ന ഈ സ്വലാത്ത് കമ്മിറ്റി, അതുപോലെ തന്നെ സഹകരിക്കുന്ന ഇവിടുത്തെ എല്ലാ നാട്ടുകാരും ജമാഅത്ത് കമ്മിറ്റിക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം ഇരു ലോകത്തും നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും. إياك نعبد وإياك അപ്പൊ ഇൻഷാല്ലാ അടുത്ത് സുന്നത്ത് കല്യാണത്തിന്റെ പരിപാടി കേട്ടോ. അപ്പൊ നമ്മള് അവസാനം ഇവിടെ ഇരുന്നിട്ട് അതിനുള്ള എല്ലാ സംവിധാനവും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പാരമ്പര്യമായിട്ടുള്ള രൂപത്തിലാണ് മൂപ്പര് ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള മൂപ്പര് ഫാമിലി മുഖേന ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളും കൂടിയാണ്. അപ്പോൾ ഇൻഷാല്ലാ തുടക്കം കുറിക്കാൻ വേണ്ടി പോവാണ് മൂപ്പര് കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റുള്ള കർമ്മങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അതിനുള്ള ചടങ്ങ് തുടങ്ങാൻ വേണ്ടി പോവാണ് ഇൻഷാല്ലാ. അപ്പോൾ ഇൻഷാല്ലാ ആളുകളൊക്കെ പുറത്ത് കൂടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളിലെ കാഴ്ചകൾ നമ്മൾ കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ജ്യേഷ്ഠ പോകാൻ പോകുന്നില്ല കേട്ടോ. अस्सलाम वालेकुम रहमतुल्लाह जी. ನೀವು ಎಷ್ಟು ವರ್ಷದಿಂದ ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ಇದೆ ಇದರಲ್ಲಿ? 26 ವರ್ಷ. മാഷാ അല്ലാ. ബിസ്മില്ലാ തുറക്കാം കേട്ടോ. നമ്മൾ ജ്യേഷ്ഠ മോനെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അതിന് നമ്മൾ ബാക്കി കാണിക്കുന്നില്ല, ഉപയോഗിച്ച് അടുത്ത് ഇരുത്തിട്ടുണ്ട്. അപ്പോൾ ജ്യേഷ്ഠ മോനെ അവിടെ ഉണ്ട് കേട്ടോ. ചെറിയൊരു കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത പതി അപ്പോഴോട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സ്വലാത്ത് കമ്മിറ്റിൻ്റെ വകതാ കുട്ടികൾക്കുള്ള കിറ്റ് കേട്ടോ. നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൊടുത്ത എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതിന് ഇപ്പം 2 കുട്ടികളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സുന്നത്ത് കല്യാണം ഓവറായിട്ട് കാണിച്ചിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ബാക്കിയുള്ള ഒരുപാട് കുട്ടികൾ തന്നെ ആവാനുണ്ട്. അപ്പോൾ ഓരോ കുട്ടികളും ഒരു 5 മിനിറ്റോളം എടുക്കുന്നുണ്ട് എല്ലാം റെഡിയായി ഫിനിഷിങ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ കുട്ടികളെ കഴിഞ്ഞ ശേഷം ഇൻഷാ അല്ലാഹ് കൊണ്ടുപോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടുന്ന് കുട്ടീൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഇനി ഇത്ര കുട്ടികളാണ് ബാക്കിയുള്ളത് കേട്ടോ. ബാക്കിയെല്ലാം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നമ്മളെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. കുട്ടിക്ക് ഫാനൊക്കെ ഇട്ട് കൊടുക്കലുണ്ട് നമ്മൾ കാറ്റിട്ടാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കുള്ള കിറ്റുകളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് വണ്ടിയിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ കൊണ്ടുപോകാം കേട്ടോ അവനെ. ആ അപ്പോൾ നമ്മൾ കമ്മിറ്റിക്കാർ സജീവമായിട്ട് ബാക്കിലുണ്ട് കേട്ടോ. എല്ലാ ഹെൽപ്പുമായിട്ട് മുമ്പിലിരിക്കതാ സീറ്റ് ഇതാക്കിയിട്ട്. ഓക്കെ. പിന്നെ നമ്മൾ നേരെ അവനെ കൊണ്ടൊരു പെരൽ വിടാൻ വേണ്ടി പോട്ടോ. ഓക്കെ ഇൻഷാ അല്ലാഹ്. നമ്മൾ പുതിയാപ്പിളിനോട് സൈഡാക്കി കെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കെടുത്തിയിട്ടുണ്ട്. നല്ല ഇതൊക്കെ നമ്മളെ പണ്ടത്തെ ആചാരം പ്രകാരം തന്നെ എല്ലാം തുണി ഇതെല്ലാം കെട്ടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പോട്ടെ മർജോ കൈ താപ്പാക്ക്. അടുത്ത കൈ ഏതല്ലേ? ബലത്തെ കൈയല്ലേ? മറ്റേ സലാം പറയാ അപ്പക്ക്. സലാം പറ്റേ കുറെ പൈസ എല്ലാം കിട്ടും, എടുത്തു വെച്ചോളണോ അപ്പൊക്കെയാ. അപ്പൊ വരാം. അപ്പൊ പ്രിയമുള്ളവരെ, നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. അപ്പോൾ ഇത്രയും വിശേഷങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനേക്കാളും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.